പരിശുദ്ധമായ താസുആ രാവ് കടന്നു വരികയാണ് അല്ലേ. നാളെ താസുആ രാവാണ് നമ്മുടെ നാട്ടിൽ. ഈ പരിശുദ്ധമായ രാവ് കടന്നു വരുമ്പോഴേ അത്ഭുതം നിറഞ്ഞ വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ട്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഈ ദുആ ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ഉറപ്പാണ് എന്നാണ്. അത്രമേൽ അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥന. ആ ദുആ നമ്മളൊന്ന് പഠിച്ചിട്ട് ഈ പരിശുദ്ധമായ രാവ് വരുമ്പോൾ, അതുപോലെ ഇനി ആശുറാഇൻ്റെ രാവും പകലും ഒക്കെ വരുമ്പോൾ ഈ ദുആ മനസ്സറിഞ്ഞിട്ട് അതിൻ്റെ ബോധ്യത്തിൽ നിന്നിട്ടൊന്ന് ചൊല്ലിയാലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എന്തൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ, അത് ഉടനെ വളരെ പെട്ടെന്ന് നിങ്ങൾ ഇഖ്ലാസോടെ ഞാൻ ഈ പറയുന്ന ബോധ്യത്തിലാണ് ചൊല്ലുന്നതെങ്കിൽ ഇതിനെല്ലാം പറ്റുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാൻ ആ ഒരൊറ്റ രാത്രി കൊണ്ട് അതിന് ഉത്തരം തരും. അത്രമേൽ അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥന പഠിക്കണം. അതോടൊപ്പം ഈ പരിശുദ്ധമായ താസുആ ദിവസം കടന്നു വരുമ്പോൾ ആ നോമ്പിൻ്റെ നിയത്തുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ നോമ്പാണ് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുക, അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് പഠിക്കണ്ടേ നമുക്ക്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എത്രമേൽ സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ് ഓരോ ദിവസം കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ആരോ പിടിച്ചു നിർത്തിയതുപോലെ ആ ബൈക്ക് നിന്നു എന്നാണ്. അദ്ദേഹം വലിയൊരു അപകടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അടുത്ത് നിന്നിട്ട് ആരോ പിടിച്ചു നിർത്തിയതുപോലെ അദ്ദേഹത്തിൻ്റെ ബൈക്ക് നിന്നു എന്നാണ്. അൽഹംദുലില്ലാഹ്. ആ സഹോദരി നിരന്തരം നമ്മുടെ സ്വബാഹുൽ ഖൈർ കാണുന്നവരാണ്. നമ്മൾ പഠിപ്പിക്കുന്ന ദിക്റുകളെല്ലാം തെറ്റാതെ ചൊല്ലുന്നവരാണ്. മനസ്സറിഞ്ഞ് ഹംദ് പറയുന്നവരാണ്. സുബ്ഹാനക യാ റബ്ബ്. അവരുടെ കുട്ടിയൊക്കെ എപ്പോഴും നമ്മുടെ മജ്ലിസ് കാണണം, ഉസ്താദിനെ കാണണമെന്ന് വാശി പിടിക്കുന്ന കുഞ്ഞുകുട്ടിയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വാലിഹീങ്ങളായ സന്താനങ്ങളിൽ അവരുടെയും നമ്മുടെയൊക്കെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരായുധാണ്, വിട്ടുകളയരുത് കേട്ടോ. പിന്നെ പരിശുദ്ധമായ ആശുറാ ദിവസമാണ് വരുന്ന വെള്ളിയാഴ്ച ദിവസം. നമ്മുടെ നാട്ടിൽ വെള്ളിയാഴ്ചയാണ് അല്ലേ. അതുപോലെ തന്നെ താസുആ മുഹറം 9 വരുന്ന വ്യാഴാഴ്ച ദിവസം. അപ്പോൾ അതിൻ്റെ രാവാണ് നാളെ അല്ലേ. ഈ താസുആ രാവ് അല്ലെങ്കിൽ ആശുറാവ് ഇതിനൊക്കെ ഭയങ്കര പ്രത്യേകതകളുണ്ട്. മുഹറം 10 നോമ്പ് സുന്നത്താണ്, മുഹറം 9 നോമ്പ് സുന്നത്താണ്. അതിൻ്റെ കാരണം എന്താ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ചെല്ലുന്ന സമയത്ത് പഴയ കാലത്തെ ആളുകൾ മുഹറം 10 നോമ്പ് പിടിച്ചിരുന്നു. അന്ന് ജൂതന്മാരൊക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങൾ ഇന്ന് നോമ്പ് പിടിക്കാൻ കാരണം? അത് ഞങ്ങളുടെ നബിയായ മൂസാ നബിയെ ഫിർഔനിൽ നിന്ന് അള്ളാഹ് രക്ഷിച്ചത് മുഹറം 10 അതിൻ്റെ നന്ദി സൂചകമായിട്ട് ഞങ്ങൾ നോമ്പ് പിടിക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്താ, നഹ്നു അഹഖു ബി മൂസ, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ബന്ധം ഞങ്ങൾക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് പിടിക്കും. എന്നിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരുന്നാൽ മുഹറം 9 നോമ്പ് പിടിക്കും. അപ്പോൾ ഈ ജൂതന്മാരായിട്ട് ഒരു താരതമ്യമില്ലാതിരിക്കാൻ അല്ലേ, അവരും ആ ജൂതന്മാരായിട്ടൊരു സമരസപ്പെടലില്ലാതിരിക്കാൻ. അവർ മുഹറം 10 നമ്മൾ മുഹറം 10 അങ്ങനെയല്ല. അവർ മുഹറം 10 മാത്രമാണെങ്കിൽ നമ്മൾ മുഹറം 9 10 നമുക്ക് സുന്നത്താണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ റസൂലുള്ള സുന്നത്താക്കിയ പരിശുദ്ധമായൊരു നോമ്പിൻ്റെ ദിവസമാണ് മുഹറം 9 താസുആയിൻ്റേത്. അതിൻ്റെ രാവും പകലും ഒക്കെ ബറക്കത്താക്കപ്പെട്ടതാണ്. അപ്പോൾ ആ രാത്രി കടന്നു വരുന്ന സമയത്ത് ഒരു അത്ഭുത ദിക്ർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. പിന്നെ നമുക്ക് എങ്ങനെ സുന്നത്തായ നോമ്പ് വെക്കാൻ പറ്റും? സിമ്പിളാണ്. താസുആയിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് നാളത്തെ ദിവസം അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി. അല്ലെങ്കിൽ മുഹറം 9 സുന്നത്താക്കപ്പെട്ട നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി. പിന്നെ വ്യാഴാഴ്ച ദിവസമാണ് അല്ലേ. അപ്പോൾ വ്യാഴാഴ്ചയുടെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ചേർത്ത് ആ സുന്നത്തായ നോമ്പുകൾ നമുക്ക് പിടിക്കാവുന്നതാണ്. ഈ 2 നിയ്യത്ത് ഒരുമിച്ച് വെക്കുമ്പോൾ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പും കിട്ടും, അത് മുഹറം 9 താസുആയിൻ്റെ സുന്നത്ത് നോമ്പും നമുക്ക് കിട്ടും. വല്ലാത്തൊരു മഹത്വമാണ്. അപ്പോൾ ഈ നിയ്യത്തുകൾ എന്തായാലും മനസ്സിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇത് വെറും ഒരു ദുആ അല്ല കേട്ടോ.
ഈ ദുആ അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ട് നമുക്ക് എന്താണെന്നറിയോ, ഈ പ്രാർത്ഥന ചൊല്ലിയ ശേഷം നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും അള്ളാഹു അത് നിറവേറ്റിത്തരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹിനോട്, നമ്മുടെ റബ്ബല്ലേ അവനോട് എന്ത് ചോദിച്ചാലും പടച്ചോൻ തരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏകാഗ്രതയാണ്. മനസ്സിങ്ങനെ വല്ലാതെ അള്ളാഹുവിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ദുആ ചെയ്യാൻ. അത്രമേൽ അത്ഭുതമാണ് ഈ ദുആ. ഏത് ദുആ ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുമ്പോൾ ആദ്യം ഹംദ് ചൊല്ലണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തും ചൊല്ലണം. ആ ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ദുആ ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ മര്യാദ. ഖിബിലക്ക് അഭിമുഖമായിരുന്ന് കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തി ഖൽബ് പൊട്ടിയിട്ട് ചെറിയൊരു ദുആയാണ്. അതിൻ്റെ ബോധ്യം ഭയങ്കര വലുതാട്ടോ. അതിൻ്റെ ഫലങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ ഞെട്ടിപ്പോവും. ഏതായാലും നമുക്ക് അതിൻ്റെ ഫലം ആദ്യം ഒന്ന് പഠിക്കാം അല്ലേ? ഫലം പഠിക്കണോ ദുആ ആദ്യം പഠിക്കണോ? ഏതായാലും നമുക്ക് ദുആ ഒന്ന് ആദ്യം പഠിച്ചേക്കാം അല്ലേ? ആദ്യം ഒരു തവണ ദുആ ഞാനൊന്ന് ചൊല്ലിത്തരാം. എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദുസ് സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ഒന്നുകൂടെ ചൊല്ലിക്കേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദുസ് സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിൽ ഏറ്റവും മനോഹരമായ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ ഒരു മഹത്വം പറഞ്ഞു തരട്ടെ. ഈ ദുആയിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമമുണ്ട്. അതേതാ? അല്ലാ അല്ലേ? മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്മുൽ ആലം, അള്ളാഹ്ക്ക് 99 നാമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇസ്മുൽ ആലമാകാൻ സാധ്യതയുള്ള നാമം അല്ലാ എന്ന ജലാലത്തിൻ്റെ ഇസ്മാണ്. അല്ലാ എന്ന നമ്മുടെ റബ്ബിനെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഖൽബിലൊരു അല്ലേ, ഒരു വല്ലാത്തൊരു പ്രകമ്പനാണ് അല്ലേ? അല്ലാ. അപ്പോൾ ഇസ്മുൽ ആലം കൊണ്ട് എന്ത് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നമുക്കിതുകൊണ്ട് കുടുംബത്തിൽ കിട്ടുന്ന ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തൗഹീദിൻ്റെ പൂർണ്ണതയാണ്. അള്ളാഹു ഏകനാണ് അല്ലേ? ആ ഒരു ദിക്റിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കിയേ. അല്ലാഹുമ്മ, അള്ളാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അല്ലേ? ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ്, എൻ്റെ ബോധ്യം എന്താണെന്നറിയോ? ഞാനിത് ചോദിക്കുമ്പോൾ നീയാണ് അല്ലാ, എൻ്റെ ഇലാഹായ നീയാണ് അല്ലാ. എങ്ങനെയുള്ള അള്ളാഹുവാണ് നീ? ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഒരിലാഹുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നീയല്ലാതെ ആരുമില്ല പടച്ചോനെ. ഇതൊരു വൈകാരികമായ സംഗതിയാണ്, വെറുതെ നമ്മൾ ദിക്റിയല്ല, ഇതൊരു പ്രണയത്തിൻ്റെ വർത്താനാണ്. എൻ്റെ മനസ്സിൽ നീയല്ലാണ്ട് ആരുമില്ല കേട്ടോ അല്ലാ, ഇത്ര ഇഷ്ടമാണല്ലോ എനിക്ക്. ലാ ഇലാഹ ഇല്ല അൻത അല്ലേ, നീയല്ലാതെ ആരുമില്ല കേട്ടോ. കടലിൻ്റെ അടിയിൽ കിടന്ന് യൂനുസ് നബി പറഞ്ഞതുപോലെ എനിക്ക് നീയല്ലാണ്ട് ആരുമില്ല കേട്ടോ പടച്ചോനെ. എനിക്ക് ആരുമില്ല, മക്കളുമില്ല, കെട്ടിയവനുമില്ല, ഉമ്മായുമില്ല, വാപ്പായുമില്ല, ആരുമില്ല, എനിക്ക് നീയേ ഉള്ളൂ കേട്ടോ അല്ലാ അല്ലേ? അൽ അഹദ്, നീ ഏകനാണ്. നീ ഏകനാണ്. അസ്വമദ്, നിരാശ്രയനാണ്. അല്ലദീ, എങ്ങനെയുള്ളവനാണെന്നറിയോ? ലം യലിദ് വലം യൂലദ്, നീ പ്രസവിച്ചിട്ടുമില്ല, നിന്നെ ആരും പ്രസവിച്ചതുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, നിന്നോട് സാദൃശ്യമായി ഒന്നും തന്നെ ഇല്ല പടച്ചോനെ. അപ്പോൾ തൗഹീദിൻ്റെ മനോഹരമായ പ്രഖ്യാപനമാണ് ഇല്ലേ? അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം മനസ്സിലിങ്ങനെ വരുമ്പോൾ എനിക്ക് നീയേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം, എനിക്ക് അല്ലാഹയല്ലാതെ ആരും കൂടെയില്ല എന്നുള്ളൊരു ബോധ്യം വരുമ്പോൾ അള്ളാഹിനോടുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ. മനസ്സിലായോ? മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ വഴി അള്ളാഹു തുറന്നു തരും. ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദുആ എന്ന് പറഞ്ഞാൽ ഇതിൽ അള്ളാഹിൻ്റെ സിഫത്തുകളേ ഉള്ളൂ അല്ലേ? അള്ളാഹിൻ്റെ സിഫത്തുകളേ ഉള്ളൂ. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആഴക്കടലിലേക്ക് വീണ യൂനുസ് നബി
അല്ലെങ്കിൽ മത്സ്യം വിഴുങ്ങിയ യൂനുസ് നബി എന്നെ പൊക്കിയെടുക്കണേ പടച്ചോനെ എന്നൊന്നും അല്ല അത് വരുന്നത്. അവൻ്റെ വിശേഷണങ്ങൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, നീയാണ് പരിശുദ്ധൻ, നീയല്ലാതെ ആരുമില്ല, ഇതാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഈ ദിക്ർ ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ യൂനുസ് നബി എവിടെ കിടന്നേനെ? ആഴക്കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നേനെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഏറ്റവും മനോഹരമായ ഈ വിശേഷണങ്ങൾ ആ ബോധ്യത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ എത്ര വലിയ പ്രശ്നവും തീർത്തെന്ന് പടച്ചോൻ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. മൂന്നാമത്തത് അവൻ്റെ പ്രീതി സമ്പാദിക്കലാണ് ഇല്ലേ? അള്ളാഹിൻ്റെ സിഫത്തുകൾ ഇങ്ങനെ വാഴ്ത്തുമ്പോൾ ഇത് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അവൻ്റെ തൃപ്തി കിട്ടാനത് കാരണമാണ് ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെയാണെങ്കിലും നിങ്ങൾ ഭാര്യമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഭർത്താവിൻ്റെ അടുക്കൽ ഇടയ്ക്കിരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭർത്താവ് ചെയ്തു തരുന്ന നന്മയെക്കുറിച്ചൊക്കെ ഇടയ്ക്കൊന്ന് പ്രോത്സാഹിപ്പിക്കുക. അവൻ ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇടയ്ക്കൊരു പ്രോത്സാഹനം കൊടുക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, അവൻ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് അടുത്ത് വരുന്നിട്ട് ഇക്കാക്ക ഇല്ലായിരുന്നെങ്കിൽ എൻ്റെയൊക്കെ ഒരവസ്ഥ എന്താണ്, ഇക്കാക്കനെ കിട്ടിയ ഞാൻ ഭാഗ്യവതിയാണ് കേട്ടോ, എന്താ അടിപൊളിയാണ് ഇക്കാക്ക എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്. അവൻ്റെ ആ ഒരു സിഫത്തുകളിങ്ങനെ പൊക്കി പറഞ്ഞാൽ അവൻ വീഴും, അവൻ്റെ തൃപ്തി നിങ്ങൾക്ക് കിട്ടും. തിരിച്ചും അങ്ങനെ തന്നെ അവളെന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് മുഖം കറുപ്പിച്ചിരിക്കാതെ ഇച്ചിരി ടേസ്റ്റ് കുറഞ്ഞാലും കൂടിയാലൊക്കെ എൻ്റെ മുത്തേ നീ എനിക്ക് ഫുഡ് തന്നില്ലേ, എന്ത് ടേസ്റ്റാണതിന്, ആരുണ്ടാക്കും ഇതുപോലെ ഭക്ഷണം, എന്തൊരു അടിപൊളിയാണ് എൻ്റെ മുത്തേൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നതിന്, എന്ത് ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഒന്ന് പരസ്പരം മദ്ഹ് ചെയ്താൽ തന്നെ പരസ്പരം മനുഷ്യന്മാരുടെ തൃപ്തി വരെ നമുക്ക് കിട്ടുമെങ്കിൽ അല്ലേ? നമ്മളെ പടച്ച റബ്ബിന്, ഇത് പടച്ചവനെ പൊക്കിയടിക്കാനല്ല, അങ്ങനെയല്ലേ പറയണത്, നമ്മൾ കൽബിൽ അറിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് പടച്ചവനെ മദ്ഹ് ചെയ്യാൻ. എനിക്ക് നീയല്ലാതെ ആരുമില്ല, അല്ലാ നീയാണ് അല്ലാ, നീയാണ് ഇലാഹ് അല്ലേ? ഇതൊരു സത്യം പറച്ചിലാണ്, വെറുതെ കള്ളത്തരം പറച്ചിലല്ല അത്. നീ പ്രസവിച്ചിട്ടില്ല, നിന്നെ ആരും പ്രസവിക്കില്ല, നിനക്ക് തുല്യമായി ഒന്നുമില്ല പടച്ചോനെ. ഈ സമ്മതിക്കുന്നതിലൂടെ അള്ളാൻ്റെ തൃപ്തി വേഗം കിട്ടി നമ്മൾ അള്ളാൻ്റെ കുട്ടിയാവും, നമ്മൾ അള്ളാൻ്റെ ആളാവും അല്ലേ? അള്ളാൻ്റെ ആളായ പഠിച്ചോ നമ്മളിലേക്ക് വിളിക്കൂലേ ഇല്ലേ? അള്ളാഹുവിലേക്ക് നമ്മളെ വിളിക്കൂ അല്ലേ? ഒരു പാട്ട് ഞാൻ അന്ന് പാടിയെന്നെ ഓർമ്മ അല്ലേ? ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച് മൂസാ നബിയെ കേറിവാ അല്ലേ? അങ്ങനെ ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച് മൂസാ നബിയെ കേറിവാ, അറിഞ്ഞതെല്ലാം എറിഞ്ഞുടച്ച് തൂരിസിനാമല കേറിവാ. മൂസാ നബിയെ വിളിക്കുകയാണ് റബ്ബുൽ ആലമീൻ അല്ലേ? അതുപോലെ നമ്മളെയും വിളിക്കും. നമ്മുടെ കൽബിൽ റബ്ബിനെ കാണാൻ പറ്റും. റബ്ബിൻ്റെ എല്ലാ മനോഹരമായ ആ ഒരു അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും അതിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന കൽബായി മാറാൻ അള്ളാഹിനെ തൃപ്തി കിട്ടിയാൽ മതി. അതിന് ഈ ദിക്ർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാലാമത്തേത് മനസ്സിന് ഭയങ്കര ഒരു അസാധാരണമായ ശാന്തതയാണ്. അതായത് എനിക്ക് ആരുമില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവൊന്നും വേണ്ടാന്ന്, എനിക്കെൻ്റെ റബ്ബുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈ ദുആയിലുള്ളത്. എനിക്കെൻ്റെ റബ്ബുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു സമാധാനമാണ്. ചില സഹോദരികളൊക്കെ പറയാറുണ്ട്, ഉസ്താദിന് ക്ലാസ് കേട്ട് അൽഹംദുലില്ലാഹ് പറയാൻ തുടങ്ങി, അള്ളാഹിനെക്കുറിച്ചുള്ള ക്ലാസ് കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ സങ്കടങ്ങളില്ല ഉസ്താദ്, എന്ത് പ്രയാസം വന്നാലും ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്യണം, എൻ്റെ റബ്ബെന്നെ പരിഗണിച്ചതാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണെന്നാണ്. അൽഹംദുലില്ലാഹ് അത് ഈ ദിക്ർ കൊണ്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊന്ന് കുടുംബത്തിൽ സമാധാനം ബർക്കത്താ മക്കളെ. കുടുംബത്തിൽ സമാധാനമില്ല, ടെൻഷനാണ്, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചിട്ട് പടച്ചോനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നാണ് നമ്മളിതിൽ പറയണത് ഇല്ലേ? ആ ചിന്തയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ തന്നെ ഇതൊക്കെ പടച്ചോനിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കും. പരമാവധി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം എന്താ? തൃപ്തിപ്പെടാൻ പഠിക്കും. അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ബിക്കാക്ക് ഇന്ന് ഇച്ചിരി കച്ചവടം കുറഞ്ഞു, അൽഹംദുലില്ലാഹ് അള്ളാഹ് അത്രേ കൊടുത്തുള്ളൂ. ഇന്ന് കെട്ടിയോളൂ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞുപോയി, അള്ളാഹ് അങ്ങനെ ആക്കിയതാണ്. ഇതൊക്കെ നിയന്ത്രിക്കണ അള്ളാഹുവിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? നമ്മൾ അള്ളാഹുവിനെ എവിടെ കൊണ്ടുവരുന്നത്? ആകെ നമ്മൾ 5 വക്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിൻ്റെ പേര് പറയുന്നത്. ബാക്കി എന്തിലേക്ക് നമ്മൾ അള്ളാഹിനെ കണക്ട് ചെയ്യണത്? എല്ലാത്തിലേക്കും അള്ളാഹിനെ കണക്ട് ചെയ്ത് കൊടുക്കണം. നിന്നെ മൂത്രം ഒഴിപ്പിക്കുന്നത് പോലും അല്ല, അവിടെയും കണക്ട് ചെയ്ത് കൊടുക്കണം. എല്ലാം അല്ലാഹ്. നിന്നെ വിസർജിപ്പിക്കുന്നതും നീ മലവിസർജനം നടത്തുന്നതും അത് കഴുകിപ്പിക്കുന്നതും ഒക്കെ അള്ളയാണ്. അങ്ങനെയുള്ള അല്ലാഹ്, എല്ലാം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഇല്ലാതെ ഒന്നുമില്ല, ഉള്ളവൻ അല്ലാഹ് മാത്രമാണ്. മനസ്സിലായോ? ആ സംഗതി കൽബിലേക്ക് വന്നാൽ പിന്നെ കുടുംബ പ്രശ്നം എവിടെയാണ്? ഈ ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ഒരു 11 മതി, ഒരുപാടൊന്നും വേണ്ട, മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ മതി.
കുടുംബത്തിലെ പ്രശ്നങ്ങൾ അള്ളാഹു നീക്കിത്തരും. മറ്റൊന്ന് വല്ലാത്തൊരു ബറക്കത്ത് ഇല്ലേ, നമ്മൾ അള്ളാഹുവിനെ സമദ് എന്ന് വിളിക്കുന്നുണ്ട്. സമദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനിലേക്കാണ് ആശ്രയിക്കണത്. അവൻ ആരിലേക്ക് ആശ്രയിക്കേണ്ടതില്ല. അപ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങൾ, വാഹന കാര്യങ്ങൾ, വസ്ത്രകാര്യങ്ങൾ, ഇതിലൊക്കെ ബർക്കത്ത് കിട്ടും. ഭക്ഷണത്തിൽ ബർക്കത്ത്, കുടുംബത്തിൽ ബർക്കത്ത് ഇല്ലേ, വാഹനത്തിൽ ബർക്കത്ത്, വസ്ത്രത്തിൽ ബർക്കത്ത്, എല്ലായിടത്തിലും ഒരു വല്ലാത്ത ബർക്കത്ത് പടച്ചോൻ വാരിക്കൊരിഞ്ഞു തരാൻ. യാ സമദ് 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 ഇല്ലേ, നിരാശ്രയനായ റബ്ബിനെ വിളിക്കുന്നത് ഈ ദിക്റിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷണമെന്നേ. കുടുംബത്തിൽ കണ്ണേറ്, സിഹർ, അല്ലെങ്കിൽ ശത്രുക്കളുടെ ദോഷങ്ങൾ, അതുപോലെ ജിന്നുകളുടെ ദോഷം, എന്തു ആയിക്കോട്ടെ, ജിന്നാകട്ടെ മനുഷ്യനാകട്ടെ, ആരങ്ങടെ ശത്രു, അവരിൽ നിന്നൊക്കെ അയൽവാസിയുടെ ഉപദ്രവം എന്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്ന ആ മനോഹരമായ പ്രാർത്ഥനയാണിത്. മറ്റൊന്ന് സ്വഭാവ രൂപീകരണം മക്കളുടെ. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ പതിവാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്വാധീനം ഇല്ലേ, നമ്മളിത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ സ്വാധീനം മഹാന്മാർ പറയുന്നുണ്ട്. ഇതിങ്ങനെ പതിവാക്കുന്ന വീട്ടിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാവും. അതവരുടെ മക്കളിലും പ്രതിഫലിക്കും. മക്കൾ വഴികേടിലാകാതിരിക്കാൻ, മക്കൾ ഉമ്മാടെയും വാപ്പാനെയും നെഞ്ചത്ത് ചവിട്ടാണ്ടിരിക്കാൻ, വാപ്പാൻ്റെ കോളറിന് പിടിക്കാതിരിക്കാൻ, ഉമ്മാടെയും വാപ്പാടെ നേരെ കൈ ഉയർത്തി സംസാരിക്കാതിരിക്കാൻ ഈ ദുആ പതിവാക്കിയാൽ മതി എന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ ഒന്ന് കടബാധ്യതകൾ, കടത്തിൽ മുങ്ങി നിൽക്കാൻ, ലോൺ എടുത്ത് പെട്ടുപോയവരുണ്ട്. അപ്പോൾ കുടുംബത്തിന് എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടോ, അപ്പോൾ അതിൽ നിന്നൊക്കെ നീങ്ങിയിട്ട് ഐശ്വര്യമുള്ളൊരു അവസ്ഥയിലേക്ക് എത്താൻ ഈ ദുആ സഹായിക്കും. അപ്പോൾ താസുആ രാവിന് മാത്രമല്ല, താസുആൻ്റെ പകലും ആശൂറാൻ്റെ രാവിലും ആശൂറാൻ്റെ പകലും ഒക്കെ, പ്രത്യേകിച്ച് ആശൂറാ ദിവസം ഇത്തവണ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇരട്ടി മഹത്വമാണ്. അപ്പോൾ ഈ ദുആ ചൊല്ലുന്നതോടെ നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരും. പിന്നെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു ആത്മീയമായ അന്തരീക്ഷമുണ്ട്. ഈ ദുആ ചൊല്ലുന്ന വീട്ടിൽ വല്ലാത്തൊരു ആത്മീയമായ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ആത്മീയത, നമ്മൾ കാണാത്തൊരു ആത്മീയമായ ശക്തി നമ്മളെ സഹായിക്കാനുള്ളതുപോലെ. ഇപ്പോൾ ഈ സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മനസ്സിലായോ, നമ്മൾ ഈ ദിക്റും ദുആയൊക്കെ ചൊല്ലുമ്പോൾ അപകടത്തിൽ നിന്ന് നമ്മളറിയാതെ നമ്മുടെ ബൈക്കിനെ പിടിച്ചു വെച്ചതുപോലെ, ആരോ വന്ന് പിടിച്ചതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലിയുള്ള ഗുണം എന്താ, ആത്മീയമായൊരു വല്ലാത്ത കാവൽ അന്തരീക്ഷം അവിടെ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ വല്ലാത്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചിട്ട് ഈ ദിക്റ് ചൊല്ലി എന്ത് ചോദിച്ചാലും അത് അള്ളാഹു തരുമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. മനസ്സറിന് ചൊല്ലൂലേ, അപ്പോൾ താസുആ രാവിലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താസുആ രാവിലും താസുവിൻ്റെ പകലിലും ആശൂറാ രാവിലും ആശൂറാൻ്റെ പകലിലും മനസ്സറിഞ്ഞ് ഈ ദുആ ചെയ്താൽ തന്നെ മതി. നിങ്ങളുടെ ലൈഫ് കളറാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ വരുന്ന മുഹറം 10 സ്വലാത്ത് എല്ലാം പറഞ്ഞിരുന്നു അല്ലേ, 11 സ്വലാത്തല്ലേ നമ്മൾ പറഞ്ഞത്, എല്ലാവരും ഓർമ്മയുണ്ടല്ലോ അല്ലേ, എല്ലാവരും 11 ചൊല്ലിയേക്കാം. അത് മതി. നമുക്ക് ഇൻഷാ അല്ലാഹ് ആശൂറാ ദിവസം അസർ കഴിഞ്ഞിട്ട് ആ സ്വലാത്തുകളൊക്കെ ഹദി ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം മുത്ത് റസൂൽ നേരിട്ട് കാണുന്ന ദിവസം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയം എല്ലാം കൊണ്ടും കളർഫുള്ളാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അന്നാണ് നമ്മുടെ 5000 രൂപയുടെ വിജയെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു മുഹറം 10 ജയിൽ മോചനം സിദ്ധിച്ച നബി ഏതാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടത് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, മുഹറം 10 തൗബ സ്വീകരിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു, പാവപ്പെട്ട ഒരു ഉസ്താദിൻ്റെ കാര്യമാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് സഹായം എത്തിക്കുന്ന കാര്യമാണ്. കൈയഴിഞ്ഞ് സഹായിക്കുക. അള്ളാഹു നമ്മളെ ചേർത്ത് പിടിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഏതായാലും ആ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലില്ലേ? പ്രാർത്ഥന പഠിച്ചത് എല്ലാവരും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം കേട്ടോ. ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ് ചൊല്ലാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു നൽകണേ അല്ലാ. സങ്കടങ്ങളെല്ലാം അകറ്റണേ അല്ലാ. പരിശുദ്ധമായ താസുആഇൻ്റെയും ആശൂറാഇൻ്റെയും മുഹറം 10കളുടെയും മുഹറം ആദ്യ 10ൻ്റെയും ഒക്കെ മുഴുവൻ പ്രതിഫലം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ കൽബ് നീ തുറന്നു
തന്നു തരണയല്ല. നിന്നോടുള്ള പ്രണയം, നിൻ്റെ ഹബീബിനോടുള്ള പ്രണയം, നിൻ്റെ ഔലിയാക്കളോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നീ സമ്പന്നമാക്കണയല്ല. ഒരുപാട് വേദനകളുണ്ട്, ശമനം തരണയല്ല. അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല. പടച്ചോനെ ഞങ്ങളുടെ കൽബ് നന്നാക്കണയല്ല. നിന്നോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ട് നിറയ്ക്കണയല്ല. യാ റബ്ബന, ഒരുപാട് ആളുകൾ ഈ റിലീഫ് പദ്ധതിയിലേക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീക്കണയല്ല. കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണയല്ല. ഞങ്ങൾ ഇന്ന് പഠിച്ച ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നിൻ്റെ പ്രത്യേകമായ കാവൽ നൽകി അനുഗ്രഹിക്കണയല്ല. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണയല്ല. അവരുടെ പരീക്ഷകളിൽ അതുപോലെ മറ്റു മേഖലകളിൽ തൊഴിലുകളിൽ ബറക്കത്ത് നൽകണയല്ല. പ്രവാസികളുണ്ട്, ഹൈർ നൽകണയല്ല. ജോലി തേടി വിദേശത്തും നാട്ടിലും ഓടി നടക്കുന്നവരുണ്ട്, ഹൈറായ തൊഴിൽ നൽകണയല്ല. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.